ഹോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ക്രൂസ് 7 വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ജോബിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ഒരു 6 മാസത്തോളമായി ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് അവൻ്റെ കുറച്ച് പരിപാടി, അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് കറക്കമായിട്ടാണ് നമ്മളിന്ന്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് പരിപാടികൾ കാണാം. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും അവൻ്റെ വീടെത്താറായി. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം? ഓക്കെ, വാ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജോബിൻ്റെ വീട്ടിലോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങ് പോയിട്ട് നമ്മുടെ ജോബിനെ ഒന്ന് കാണാം. നമ്മളെ വേണ്ടിയിട്ട് 6 മാസത്തോളമായി. ഇതാണ് നമ്മുടെ ജോബിൻ്റെ വീട്. എങ്ങോട്ട് പോവാ? നമുക്കിന്ന് എങ്ങോട്ട് പോവാം? ഇവിടെ പോവാം. സ്ഥലം പറ. ആരൊക്കെയുണ്ട്? ഓക്കെ, നമുക്ക് വിട്ടാലോ? ഓ, ഇതിനാണ് കണ്ണേ. അപ്പോൾ നമ്മുടെ ജോബിൻ്റെ റൂം പയ്യൻ താന്നിപ്പുണ്ട്. ഇത് നമ്മുടെ ഈ ആയുധം. ഇത് വെച്ചാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് പയ്യൻ ഇതിൽ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. ജോബിന് ഇതെന്ത് വേണം? സാധനം എന്താണത് അറിയില്ല. ഇത് സ്റ്റിക്ക്, പിന്നെ അതിൻ്റെ ബാക്കി എൻ്റെ സംഭവങ്ങൾ കാണിക്കും. ബാക്കി കാണില്ല. ഇതൊക്കെ എന്തൊക്കെയെന്ന് കാണിക്കും. ഇത് ചൂണ്ട തന്നെയല്ലേ? ഫുള്ള് ചൂണ്ട തന്നെയല്ലേ? കൊടുത്തല്ലേ? ശരി, എന്തായാലും അടുത്ത് നമുക്ക് കടലിലോട്ട് എന്തായാലും പോകാം. കടലല്ലേ, ആറിലോട്ട് പോകാം. ജാവിൻ്റെ പ്രാവ് കാണാൻ വേണ്ടി ജാവിനെ എന്നെ മുകളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രാവ് കൂട് വൃത്തിയുണ്ടാടായി. എന്തായാലും പ്രാവ് കൂട് ഒന്ന് കാണാം. ജാവിൻ്റെ പ്രാവ് കൂട് അവൻ നല്ല വൃത്തിയാക്കി ചന്തം കണ്ട. അതിൻ്റെ ചന്തം പ്രാവുകളുണ്ട്, പക്ഷെ കൂടിൻ്റെ ചന്തം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ക്ലീനിങ് ആണ് ജാവിന്. എങ്ങനെയാണ് ഇത് രാവിലെ ക്ലീൻ ചെയ്യണത്? നീ അടിപൊളിയായിരിക്കും കേട്ടോ, കൊള്ളാം. ഇവിടെയൊക്കെയാണ് നല്ല വൃത്തിയുണ്ട്. ഇത് ഇങ്ങനെയല്ല കൂട് കിടക്കണം സാധാരണ. ഇന്നെന്താ മഴ പെയ്യും. ജോബിന് ഒരിക്കൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇവിടെ പണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്. അതിൻ്റെ വേര് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ ഇത് ഞാനും ജോബിനും കൂടെ ചേർന്ന് അടിച്ച കൂടായിരുന്നു. ഏകദേശം 4 കൊല്ലം വരും. എന്തായാലും അവൻ പ്രാവിനെ വിളിക്കുന്ന കാണാം. ആടെ, അപ്പോൾ നമുക്ക് എന്തായാലും 6ലോട്ട് വിടാം. ഇതിപ്പോൾ 6ലോട്ട് പോയിട്ട് എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതിപ്പോൾ ഇത് നമ്മുടെ ജോബിൻ്റെ സ്വന്തം കൂട്ടുകാരനായിട്ടൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ നേരെ വള്ളം എടുത്തുകൊണ്ട് തുഴയാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മളെ ഗ്യാങ് ലീഡർ വന്നിട്ടുണ്ട്. ഇതാണ് അജോ. ലൈവല്ലേ? നമുക്ക് പോവാടേ, തുഴയാൻ പോവാം. സംഭവം അവിടെയാണ് നമ്മുടെ വള്ളം കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി. ഇത് പയ്യൻ്റെ വണ്ടിയാണ്, മോഡിഫൈഡ് വണ്ടിയാണ്. വാടേ, വാ നമുക്ക് ഇറങ്ങാം. ഒരാൾ വേറെ സ്റ്റിക്കായിട്ടില്ല. ഇതെങ്ങനെ അയക്കണോ? ഫസ്റ്റ് എങ്ങോട്ട് വിടാം? പൂവാർ സൈഡ് വിടാം അല്ലേ? നേരെ ചാലക്കര പോയിട്ട് തിരിച്ച് ഇങ്ങനെ ഇതാ പിന്നെ ചെറിയ ഏതായിരുന്നാലും തുഴയണം. പിന്നെ ഇതെടുക്കാം. ഇതിലാ പോവാം. പിന്നെ നീ അപ്പുറത്ത് കയറിയിട്ട് അതിനടുത്ത് ഇപ്പുറത്ത് ഞാൻ അടുത്ത അപ്പുറത്ത്. ഇല്ല, എൻ്റെ ഫോൺ ഇങ്ങനെ എനിക്ക് അറിയാം. ആരും വീഴാതിരുന്നാ കൊള്ളാം കേട്ടാടെ. ഇല്ല, പോവാണ്. അത് കിടക്കണം. പല വെക്കെടു. എന്ത് പല വേണ്ടേ? പല എടുത്ത് ഇരിക്കാൻ വേണം. ഒഴിവെങ്കി ഇത് മതി. ഒരെണ്ണം കൂടെ വേണം. 4 പേരില്ലേ? അല്ലേ വേണ്ട, ഇത് ഞാൻ എടുക്കാം. കയറി പോവാ. അമ്മച്ചി നീ കൂടെ കയറിയില്ലേ? ജേടനും കൂടെ ബാക്കി കയറി. ചെരുപ്പാണെങ്കിൽ മാറ്റിയിടാ.
ചെരുപ്പ് വേണം കരയിലായിട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ. അങ്ങനെയാ? ചിലപ്പോൾ അവിടെ നല്ല വ്യൂ കണ്ട് ഇറങ്ങിയല്ല. ഓ ഓക്കെ, എന്നാൽ അങ്ങനെ കയറി കയറി ഇരുന്നു. നീയും കൂടെ കയറി, ഇല്ലാത്തുണ്ടെങ്കിൽ അടുത്ത വെള്ളത്തിൽ കയറി പോവാം. ചൂണ്ട എവിടെ? ചൂണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? പേടിയുണ്ടോ? ചെറുതായിട്ട് ഇങ്ങനെ നോക്ക്. പേടിയുണ്ടോ? പേടിക്കണത് വെള്ളം പറഞ്ഞാൽ താഴൂല. നീന്താറിഞ്ഞൂടാ? വെള്ളത്തിൽ കുടിച്ച നീന്തറിയാമോ? വെള്ളം എല്ലാവരും മാറാൻ പോണ്. നിനക്ക് വേണ്ടല്ലോ. ചെറിയ ഷോർട്ടേജ് ആണ്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് കയറാനുള്ള പ്ലാനാണ്. ജസ്റ്റ് ഒന്ന് എന്ത് പറ്റിയടേ വെള്ളം മാറാൻ കാരണം? രാത്രി ഓവർ റേറ്റ് ആടേ. പിന്നെ അതിൽ ഇത് കിടക്കില്ലേ നമ്മളെ പാത്രം എടുക്കണ്ടേ? ആ ചവര് മാത്രം എടുത്ത് ഇട്ടാ മതിടാ, വേറെ ഒന്നുമില്ല. എടുത്തിട്ടോ ജോനെ. നമ്മുടെ സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീലൊക്കെ സെറ്റ് ചെയ്ത് ഇതും കൂടെ വെച്ചോ. എടി സബിക്കും കൂടെ എടുക്കാത്തുണ്ടോ? സബിക്ക് നീരാളിയും കൂടെ എടുക്കാത്തുണ്ട് സംഭവം. അതിൽ വല്ലതും കിട്ടിയ അത്താടി മേടിച്ചൂടെ മേടിക്കിരിക്കുക. ഗൈസ്, അപ്പോൾ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പയ്യന്മാരെ. ഇവനാണെങ്കിൽ കുറച്ച് പേടി കൂടുതലാണ്. അപ്പോൾ അതിൽ പോയിരുന്നപ്പോ എന്തിനായിരിക്കും. അപ്പൊ ഇതില് മെയിൻ തലവ അപ്പുറത്തിരിക്കുകയാണ് തലവൻ. മാറാ ജോവനെ ചൂണ്ടായിട്ടോണ്ടിരിക്കുകയാണ് പയ്യൻ. നമ്മൾ കരയിൽ നിന്ന് മാറി കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. 1 മീറ്റർ മാറിയിട്ടുണ്ട്. പണി കടവ്. ആ സൈഡ് പറഞ്ഞത് പൂവാറാണ്. ഈ സൈഡ് പറ ഇനി പറ. എന്തെങ്കിലും വെച്ചിട്ട് പറ്റുമോ? അപ്പൂ നിന്നെ കൊണ്ട് തുഴയാൻ പറ്റുമോ? തുഴ കണ്ട കഷ്ടപ്പെടുന്ന പയ്യനാണിത്. പ്രാവ് കൂടൊക്കെ കണ്ടല്ലോ ഇങ്ങനെ ഇരുന്നു കഷ്ടപ്പെടുന്ന. ഒന്നിടുകയാണ് പയ്യന്മാർക്കൊന്ന് കാണിക്കട്ട്. അപ്പൊ നമ്മൾ കരയിൽ നിന്ന് ഒരുപാട് അങ്ങ് വന്നിട്ടുണ്ട്. കര ആ സൈഡാണ് നമ്മുടെ കര പറഞ്ഞത്. അവിടെ നിന്ന് ഏകദേശം ഇങ്ങ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കൊറേ ഇനി നീ അവിടെ നിന്ന് അറിയണ നിനക്ക് വലിയ പലയൊക്കെ എടുത്തു. അതുകൊണ്ട് ഞാൻ തിരിയണം, ഞാൻ തൊഴിലെന്ന് പറഞ്ഞടാ. അപ്പൊ ഓണർ അതായിരിക്കാണ്, ഇതിന്റെ ഓണർ. എന്നാലും അവൻ മടിയേ കള്ള മടിയ ഞാൻ തന്നെ. നിനക്കില്ലല്ലോ, നല്ല ജോലി ചെയ്യണ പയ്യനാണ് ഇവൻ. ഇരിക്കുകയാണ് ഗൈസ്. തുഴഞ്ഞു ഗൈസ് ഒരു ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട്. തുഴയാതെ കള്ളത്തിരിക്കുകയാണ്. എടാ തുഴയടാ. ഇത് ഇങ്ങനെ ഓണാക്കിയൊക്കെ കുടുങ്ങി നമ്മൾ ഊഞ്ചി തുപ്പിയിരിക്കുകയാണ്. മീനിനെ ഇളക്കാൻ വേണ്ടിയുള്ള പിച്ചാറ്റൊക്കെ റെഡി. ഇനി എന്തിനു വേണം? മുറുക് കഴിഞ്ഞതാണ്. നമ്മളെ കുറച്ച് കരയിലോട്ടം കയറിയിട്ടുണ്ട്. പയ്യൻ ചൂണ്ടായിട്ട് കളിക്കുകയാണ്. എവിടെ കുടുങ്ങും നോക്കിയിരിക്കുകയാണ്. പേടി മാറിയാടാ. എന്താ പോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടെന്നല്ലേ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അടുത്ത് നമ്മൾ ഓരോ സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. നോക്കാം എന്തായാലും എവിടെയെങ്കിലും വല്ലതും കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മളെവിടെ പോകും? അടുത്ത് പട്ടണം. അതെവിടെയാണ് കറക്റ്റ് സ്ഥലം? എവിടെ വരും? തമിഴ്നാട്. ഇത് കേരളത്താണ് ഈ പൂവാറ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി പോകുന്നത് തേങ്ങാപ്പട്ടണമായിരിക്കും. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ വിരിച്ച് കഷ്ടിക്കും. നമ്മളെ ദ്വീപിലോട്ട് വന്നതാണ്. ജോൺ ഇടത്തോട്ട് എറിയണ ചാലക്കര ദ്വീപ്. ചാലക്കര ചെറിയ ലക്ഷദ്വീപ്. ചെറിയ ലക്ഷദ്വീപ്. ഇവിടെ ആധാർ കാർഡ് ഒന്നും വേണ്ട. ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കാനുള്ള പ്ലാനിലിരിക്കുക. കുട്ടിദ്വീപ് ഒരു നല്ലൊരു സ്ഥലം. ഇങ്ങോട്ട് പതുക്കെ നോക്കാം. ഇവിടെ കൊമ്പെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ അമ്മച്ചി ഇത് കയറി ഓടോ. ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് അടുത്ത് പോവാം. അടുത്ത സൈറ്റിൽ പോവാം. ഇത് കരയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ജോബിന് വാടേ. ഞാൻ അവിടെ സിപ്പ പഠിക്കാൻ ഇരിക്കുകയാണ്. പേടിയുണ്ടോ? 10 രൂപയോ? ഇപ്പം ഇല്ല. അടുത്ത് ഇനി കയറാൻ പേടിയാണോ? ഒടിയൂലല്ലേ. അപ്പോൾ അവിടെ നിന്ന് കരയിൽ നിന്ന് ഏകദേശം നമ്മൾ 2 കിലോമീറ്റർ അടുപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ ഇരുന്ന് ഇനി മീനിട്ട് നോക്കാം. ജോണ കയറുവാടാ. അപ്പം അവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. കരയെന്നറിയണം, ഇത് കരയെന്നറിയണം. അത് ഇവിടെ നമ്പിയാണ് പഴയട പോണെങ്കിൽ പോകണം. ഇവനെയാ? ഓ അവൻ തന്നെ. അവൻ്റെ എല്ലാം സ്റ്റിക്കറുള്ളൂ കള. ഓക്കെ ഓക്കെ. സുക്കൂസ് കപ്പ്. അപ്പോൾ എങ്ങോട്ട് നീ അടുത്ത്? ഇനി പഴയട പോവാം. പഴയട പോവാം. ഓക്കെ. 10 to. ഞാനും കുറച്ച് നേരം തുഴഞ്ഞിട്ടുണ്ട്. കൈ നല്ല പെയിനുണ്ട്. അതുകൊണ്ട് അടുത്തിന് കാറ്റത്ത് നമുക്കിരുന്ന് അങ്ങനെ പഴയട ഓട്ട് വിടാം. ജോബിൻ തളർന്ന്, സ്റ്റിക്ക് ഇട്ടിട്ട് തളർന്ന് ഉടായിപ്പാണ്. അടുത്ത് നീരാളി അറിയാമോണ്. അടുത്ത് നീരാളി അറിയാമോ? ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ, ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ നമ്മളെ ഗൈസിനെ ഒന്ന് കാണാം. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ബൈ.